കേണലിനോട് അത് നേരത്തെ തന്നെ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ സ്റ്റിൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബറുകൾ പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം ആ ഒരു പ്രതിരോധ അനുഭവങ്ങൾ വെച്ചാണ് അദ്ദേഹം അത് പറയുന്നത്. അതിൽ എനിക്കൊരു വ്യക്തത വരേണ്ടത്, ഇത്തരത്തിൽ ഈ ആണവ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ടാർഗറ്റുകളും കൃത്യമായി ലക്ഷ്യം വെച്ച് അത് നശിപ്പിക്കുന്നതിനുള്ളൊരു സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തേടുന്നതാണോ? അതായത് ഈ ബോംബ് പ്രയോഗിക്കുന്നതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേണമെന്ന സാങ്കേതിക വൈദഗ്ധ്യം തികഞ്ഞവർ പറയുന്നൊരു സാഹചര്യത്തിൽ ആ ഒരു സഹായത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വഴി ഈ ആണവ കേന്ദ്രങ്ങളുടെ ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങൾ തകർക്കാനുള്ളൊരു സഹായമാണോ അമേരിക്കയിൽ നിന്നും അഭ്യർത്ഥിക്കുന്നത് ഇസ്രായേൽ? ശ്രീ ഐസൻ, ഞാനത് വൺ ഓഫ് ദി ഓപ്ഷൻസ് മാത്രമാണ് പറഞ്ഞത്. അതായത് അമേരിക്ക, എന്റെ ഇപ്പോഴത്തെ ഒരു ഞാൻ കാണുന്നത്, അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ സാധ്യത കുറവാണ്. കാരണം ഇസ്രായേൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർ അങ്ങനെ ഒരു ബാക്ക് ഫുട്ടിലൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ കണ്ടില്ല. അപ്പൊ അവർ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ആണവ നിലയത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന ഒരു ഡീഗ്രഡേഷൻ ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതായത് അവർ അതിനെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ തകർത്ത് കൊണ്ടുപോവുകയാണ്. പക്ഷെ അതിനെ ഇവരുടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ബോംബ് സ്ട്രൈക്ക് ചെയ്യണമെങ്കിൽ അതിനകത്ത് അമേരിക്കയുടെ തന്നെ ആവശ്യം വരും. അതിനകത്ത് B-52 ബോംബ് തന്നെ, B-2 വെച്ചിട്ടുള്ള ആ GBU-57 എന്ന് പറയുന്ന ആ ബങ്കർ ബേസ്റ്റിംഗ് ബോംബ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അവിടാണ് ചിലപ്പോ അഥവാ അമേരിക്ക ഒരു ലിമിറ്റഡ് റോൾ പ്ലേ ചെയ്യണമെങ്കിൽ അതൊരു ഓപ്ഷനാണ്. പക്ഷെ നാളെ സ്ഥിതി മൊത്തം മാറി ഡൊണാൾഡ് ട്രംപ് എണീച്ചിട്ട് പറയാനില്ല ഞങ്ങളെ എല്ലാ ഫൈറ്റേഴ്സും ഞങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള രീതിയിലേക്ക് മാറി കഴിഞ്ഞാൽ അത് വേറെ രീതി പോകും. ഇനി മറിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു അസറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരനെയോ, ഈവൻ ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ തന്നെ അവർക്ക് കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയോ അങ്ങനെ ആണെങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു അമേരിക്ക ഇതിനകത്ത് ഒരു വലിയൊരു റോളിലേക്ക് മാറും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അങ്ങനെ ഒരു ഡയറക്റ്റ് റോളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ വൺ ഓഫ് ദി ഓപ്ഷൻസ്, അഥവാ അവർ പങ്കുചേരുകയാണെങ്കിലാണ് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു കാര്യത്തിൽ, അതായത് ഇതിന്റെ ആ സ്ട്രൈക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനെയൊക്കെ കുറിച്ചുള്ളതെന്ന് വെച്ചാൽ ഇപ്പം മൊസാദിനെ പോലുള്ള ഏജൻസീസ് ഒക്കെ അവർ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഓൾറെഡി അതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇന്റലിജൻസ് എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഇപ്പം ഈ ഒരു പ്ലാൻ തന്നെ, ഇപ്പൊ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ചെയ്തത് ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തല്ല. ഇതെനിക്ക് തോന്നുന്നു ഒക്ടോബർ 7 കഴിഞ്ഞ ഉടനെ തന്നെ അവർ പ്ലാൻ ചെയ്ത് കാണും. അതായത് ഇറാനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യണം, ഇറാനെ അവരുടെ മിലിറ്ററി ഫെസിലിറ്റീസിനെ സ്ട്രൈക്ക് ചെയ്യണം, അതായത് ഈ ബാലിസ്റ്റിക് മിസൈൽസിനെ, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ സ്ട്രൈക്ക് ചെയ്യണമെന്ന് തന്നെ അന്ന് തീരുമാനിച്ചു കാണും. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷന്റെ നമ്മൾ നോക്കൂ എത്ര ഇതായിട്ടാണ് മൊസാദ് ഓൾറെഡി അകത്തുണ്ടായിരുന്നു. ഞാനൊരു റിപ്പോർട്ട് വായിക്കായിരുന്നു, അതിനകത്ത് മൊസാദ് ഇറാന്റെ ഉള്ളിൽ ഒരു ഡ്രോൺ ഫാക്ടറി തുടങ്ങിയിരുന്നു. ആ ഡ്രോൺ ഫാക്ടറിയിൽ ഇറാനിയൻസ് വന്ന് പങ്കുചേർന്ന് അവരും അതിനകത്ത് അത് ഇറാനിയനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ അവരതിനകത്ത് ഡ്രോൺ പ്രൊഡ്യൂസ് ചെയ്തു. ഒരു ദിവസം അവരതിനെ തുറന്നു വിട്ട് അത് അവരുടെ തന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് അവർ ആക്ച്വലി മനസ്സിലായത് ഇത് മൊസാദാണ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത്രയും ലെവൽ ഓഫ് പ്ലാനിങ് മൊസാദിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനെ കുറിച്ചും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കാണും. പക്ഷെ അതിനപ്പുറം അമേരിക്ക ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആവുകയാണെങ്കിൽ അതിനർത്ഥം അത് അവർ റെജീം ചേഞ്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക, പ്രക്ഷോഭത്തിലേക്ക് നയിക്കുക, ആളുകളുടെ ആ ജനത്തിനെ തെരുവിലേക്ക് ഇറക്കി പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്ട്രാറ്റജി ആവും. അതിന്റെ ഓൾറെഡി ധാരാളം കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം അവിടുത്തെ എക്കോണമി തകർന്നിരിക്കുകയാണ് സാങ്ഷൻസ് കാരണം. അവിടെ ഇൻഫ്ലേഷൻ ഏകദേശം 40% ഉണ്ട് എന്ന് നമുക്ക് റിപ്പോർട്ട് വരുന്നുണ്ട്. സ്ത്രീകളുടെ പ്രക്ഷോഭം നമ്മൾ കണ്ടിരുന്നു, അവിടുത്തെ യുവാക്കളുടെ പ്രക്ഷോഭം നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ആ രീതിയിൽ പ്രത്യേകിച്ച് ഡിപ്ലോമാറ്റിക്കലി ഇന്ന് ഇറാൻ ഐസൊലേറ്റഡ് ആണ്. എനിക്കൊന്ന് ശ്രീ അനിൽ തോന്നുന്നു ആദ്യം ചോദിച്ചത്, ഒരു മുസ്ലിം രാജ്യം പോലും ഇന്ന് ഇറാന്റെ കൂടെ ഇല്ല. അതാണ് അതിന്റെ വാസ്തവം. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലേക്കുള്ള ഈ മിഡിൽ ഈസ്റ്റ് പൊതുവെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയൊക്കെ ഒരു മോഡറേറ്റ് ഫേസിലേക്ക് പോകുന്ന ഒരു രീതിയിൽ ഇപ്പോഴും ഒരു തീവ്ര നിലപാടിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇറാനെ കാണുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഉള്ള ഒരു കാര്യം കൊണ്ടാണ് ആരും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് ഇറാനിന് ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട്, അതായത് ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫൈൻ, അതല്ലാതെ അവരേതെങ്കിലും അവരുടെ സൈന്യത്തിന് വിടുകയോ അല്ലെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ നമുക്ക് പാകിസ്ഥാൻ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തപ്പോൾ തന്നെ ഉടനെ തന്നെ അത് പിൻവലിക്കേണ്ടി വന്നു. അപ്പൊ ഇന്നിപ്പം 10:30 ഡൊണാൾഡ് ട്രംപ് ജനറൽ അസീം മുനീറിനെ വിളിച്ചിട്ടുണ്ട്, വിരുന്നൊക്കെ കൊടുക്കുന്നു പറഞ്ഞത് കേട്ടു. അത് എന്തിനാണെന്ന് പോലും ചില ഇതുണ്ട്, ഡൗട്ട് ഉണ്ട്.
ഇനി പാകിസ്ഥാന്റെ ബേസ് ഉപയോഗിച്ച് ഇറാനെ സ്ട്രൈക്ക് ചെയ്യാനാണോ, അതോ പാകിസ്ഥാൻ വേറെ വിഡിത്തം ഒന്നും ചെയ്യാത്ത രീതിയിലുള്ളതാണോ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഇനി വരുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് അതിന്റെ കാരണം. കേണൽ ഡിനി, ഒറ്റ കാര്യം കൂടി കേണൽ ഡിനി, അതായത് സപ്പോസ് ഈ ഖമേനി കൊല്ലപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഖമേനി ഓപ്ഷൻ ഉണ്ട്. ഒന്നി അവരുടെ നെക്സ്റ്റ് അദ്ദേഹത്തിന് ഒരു മകൻ, എനിക്കൊന്ന് മൊജ്താബ് എന്നങ്ങാണ്ടാണ് അതിന്റെ പേര്, കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥകളെല്ലാം നോക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം നെക്സ്റ്റ് ഇതാവാം, ആയത്തുള്ളായിട്ട് പ്രഖ്യാപിക്കാം. പക്ഷെ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ശരിയാണെങ്കിൽ ഈ ആയത്തുള്ള യുദ്ധം അവസാനിക്കുമോ അതോടുകൂടി? യുദ്ധം അവസാനിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഈ ഇസ്രായേൽ ചെയ്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ആയത്തുള്ള ഖമേനിക്ക് ഒരു 10-15ഓളം വളരെ ടോപ്പ് ലെവലിലെ അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു, അവരെ എല്ലാ കാര്യത്തിലും അഡ്വൈസ് ചെയ്യുന്നത്. ആ 10ൽ ഓൾമോസ്റ്റ് ഒരു 7-8 പേരെ അവർ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ അഡ്വൈസ് കൊടുക്കാൻ പോലും ഉള്ള രീതിയിലേക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഒരു പാരലൈസിസ് വരെ ആണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ.